ബാറ്റിൽ ഫോർ ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത് മോദി തരംഗം, ബി ജെ പിയുടെ സാധ്യതകൾ എന്നതിലൂന്നിയാണ് ആദ്യലക്കം മുന്നോട്ട് പോയത്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയിൽ പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഓരോ ഘട്ടത്തെയും മുന്നോട്ട് കൊണ്ടുപോയത്, അവരുടെ സാധ്യതകൾ എത്രമാത്രം, മോദി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് കണക്കുകൾ നോക്കി നമ്മൾ നോക്കി വരുന്നത്. ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയെപ്പറ്റി സംസ്ഥാനങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ആദ്യം പോകുന്നത് ഇന്ന് മഹാരാഷ്ട്രയിലേക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാരണം നമുക്കറിയാം, ശിവസേനയിലെ പിളർപ്പ്, BJP വളരെ സമർത്ഥമായി ഇടപെട്ട് ഉദ്ധവ് താക്കറെ നിർവീര്യനാക്കി ഭരണം പിടിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യം. പക്ഷേ അവിടെ ആ സഖ്യം, പ്രതിപക്ഷ സഖ്യം അത് നിലനിന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആകെ സീറ്റുകൾ നമുക്ക് നോക്കാം, 48 സീറ്റുകളാണ്. ആ 48 സീറ്റിൽ BJPയെ സംബന്ധിച്ച് BJPക്ക് 23 സീറ്റുകളാണ് ഉള്ളത്. പക്ഷേ അതൊരു പഴങ്കഥയായി പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇത്തവണ പറഞ്ഞു കേൾക്കുന്നത്. കാരണം അത്രമാത്രം ശക്തമാണ് ഈ സർക്കാരിനെ വലിച്ചു താഴെയിട്ടതോടുകൂടി ഉദ്ധവ് താക്കറെ ചെയ്തൊരു നൈസ് പണിയുണ്ട്. അതായത് അവരുടെ പതിവ് കലാപരിപാടിയാണ് ഈ മറാത്ത ഒരു വികാരമുണ്ട്. അത് വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് ആളിക്കത്തിച്ചിട്ട് മറാത്ത വികാരത്തിന് മങ്ങലേൽപ്പിക്കാൻ BJP ശ്രമിക്കുന്നു എന്നൊരു വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയെടുത്തത്. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും BJP. കാരണം നമുക്കറിയാം ആ സ്റ്റേറ്റിന്റെ ഒരു സ്വഭാവം. ആ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ മറാത്തകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും എല്ലാം ഒന്നിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നു, ഒന്നിച്ച് BJPക്കെതിരായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം വളരെ വ്യത്യസ്തങ്ങളായ കമ്പാർട്ട്മെന്റുകളിൽ പോകുന്ന വോട്ടുകളാണ്. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ മുമ്പ് പറഞ്ഞ 303 നിന്ന് വീണ്ടും ഉണ്ടാകുന്ന കുറവുകൾ, ബീഹാറിൽ ഉണ്ടാകുന്ന കുറവുകൾ, മഹാരാഷ്ട്രയിൽ കാര്യമായി ഉണ്ടാകാവുന്ന കുറവുകൾ, ഇതെല്ലാം 303 നിന്ന് 303 എന്ന ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ കക്ഷി നിലയിൽ നിന്ന് BJP താഴോട്ടിറങ്ങുകയാണ്, പടികളിറങ്ങുകയാണ്. ആ പടികളിറങ്ങി 273 എത്തുമോ, അതിനും താഴേക്ക് പോകുമോ എന്ന നിലയിലുള്ള വലിയ കണക്കുകൂട്ടൽ രാജ്യത്ത് നടക്കുന്ന സമയമാണ്. കാരണം 6ാം ഘട്ടവും കഴിഞ്ഞു, ഇനി ഒരൊറ്റ ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഷാജി ജോസഫ് മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം. മഹാരാഷ്ട്രയുടെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ശിവസേനയുടെ, ബാലാസാബ് താക്കറെ നേതൃത്വം കൊടുത്ത ശിവസേനയുടെ ശക്തമായ കേന്ദ്രങ്ങളിലെല്ലാം BJPക്കെതിരെ, അജിത് പവാറിനെതിരെ, ഷിൻഡെയ്ക്കെതിരെ വലിയ എതിർപ്പാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെ ദളിതരും അതുപോലെ തന്നെ ആദിവാസികളും ചേർന്നുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് വളരെ വലിയ സഹതാപമാണ് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഏതാണ്ട് 42ഓളം സീറ്റ് അവർ അവിടെ നേടിയിരുന്നു എങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറഞ്ഞത് 20 സീറ്റെങ്കിലും BJP അല്ലെങ്കിൽ NDA കൈവിടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മഹാരാഷ്ട്രയിൽ BJPയുടെ മുന്നണിക്കുള്ളിൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്തി BJPയോട് കൈകോർത്ത് നിൽക്കുന്ന യഥാർത്ഥ ശിവസേന എന്ന് പറയുന്ന പാർട്ടിയെ ജനങ്ങൾ വളരെ വലിയ എതിർപ്പോടുകൂടിയാണ് പ്രചരണങ്ങളിൽ കൂവി വിളിക്കുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലെ ഇന്നത്തെ സ്ഥിതി. നമ്മളിനി നോക്കുന്നത് ദില്ലിയിലേക്കാണ്. ഡൽഹിയിൽ യഥാർത്ഥത്തിൽ 7 സീറ്റേ ഉള്ളൂവെങ്കിലും ആ 7 സീറ്റും ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാണ്. BJPയുടെ കയ്യിലിരിക്കുന്ന 7 സീറ്റുകളാണ്. ഇക്കുറി എന്ത് സംഭവിക്കും ഡൽഹിക്ക് എന്നുള്ളതാണ്. ഡൽഹിയിലെ 2019 നോക്കിയാൽ ആകെ സീറ്റ് 7, BJP 7. അതിനകത്ത് ആം ആദ്മി പാർട്ടി ഇല്ല, കോൺഗ്രസ് ഇല്ല. പക്ഷേ ഇന്ത്യ മുന്നണി വളരെ മെച്ചപ്പെട്ട നിലയിൽ സീറ്റ് ധാരണയുണ്ടാക്കി മത്സരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്ത്യ മുന്നണി ഏറ്റവും കരുത്താർജിച്ച് നിൽക്കുന്ന ഒരു പ്രദേശം കൂടി എന്ന് പറയേണ്ടി വരും. അതിന്റെ കാരണം അറിയാമല്ലോ, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുന്നു, അദ്ദേഹം പുറത്തു വരുന്നു. ആ പുറത്തിറങ്ങിയതിനു ശേഷമുള്ള സാഹചര്യം BJP സമീപകാലത്ത് ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ അകത്തിട്ട് തന്നതാണ്. സാധാരണക്കാരൻ്റെ വലിയ പിന്തുണയാണ് കെജ്രിവാളിനെ ദില്ലിയിൽ പിടിച്ചെടുത്തത്. കാരണം ഷീലാ ദീക്ഷിതിൻ്റെയൊക്കെ വലിയ കാലങ്ങൾ നീണ്ട ഭരണത്തെയൊക്കെ
അതിജീവിച്ച് അട്ടിമറിച്ച് അതിനെയൊക്കെ കളഞ്ഞ് അധികാരത്തിലേക്ക് വന്ന കെജ്രിവാളിനെ നമുക്കറിയാം. വലിയ കൗതുകം കൂടി കാണണം. ഈ കെജ്രിവാളിനെ അകത്താക്കാൻ ആദ്യം പരാതി കൊടുത്തത് ആരാണ്? കോൺഗ്രസ് ആണ്. അത് കോൺഗ്രസ് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇന്നത്തെ കാലത്ത് കോൺഗ്രസ് ഇങ്ങനെയും ചെയ്യും. ഒരു പരമ്പരാഗത വൈര്യം, ഒരു ചെറിയ ചുരുങ്ങിയ കാലം കൊണ്ട് വന്നൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയ എതിരാളിയായി വന്നിട്ടുള്ളതും കോൺഗ്രസ് ആണ് അവിടെ. അപ്പോൾ ആ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ഇത് പ്രതിഫലിക്കും. BJPക്ക് ക്ഷീണം സംഭവിക്കാവുന്ന, നഷ്ടം സംഭവിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദില്ലിയുമുണ്ട്. പ്രധാനപ്പെട്ട പേരാണ് ദില്ലി. യെസ്. അപ്പോൾ ദില്ലിയെ പ്രസക്തമാക്കുന്ന സീറ്റുകളുടെ എണ്ണമല്ല, അതിനപ്പുറത്ത് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ്. ആ സീറ്റുകൾ ഇരിക്കുന്ന പ്രദേശം ദേശീയ തലസ്ഥാനം. പക്ഷേ ഓരോ സീറ്റും പ്രധാനമാണ്. അതെ. അപ്പോൾ ദില്ലിയിലെ 7 സീറ്റും രാജ്യം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ദില്ലിയിലെതിരായി 7 സീറ്റുകളും മുന്നണിക്കകത്ത് ഇന്ത്യ മുന്നണിക്കൊപ്പം പോരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഷാജി ജോസഫാണ്. അദ്ദേഹം അവിടെ ഒരുപാട് സഞ്ചരിച്ച് തയ്യാറാക്കിയ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുകയാണ്. BJPക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും 20 ദിവസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളിന് ഒരു ഇൻറ്റേരിം ബെയിൽ ലഭിക്കുകയും കൂടി ചെയ്തതോടുകൂടി ഡൽഹിയിലെ അപ്പർ ഹാൻഡ് പരമ്പരാഗതമായി 2014 2019 7 സീറ്റും നേടിയ BJPക്ക് 2024 ഡൽഹിയിലെ 7 സീറ്റുകളും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കനയ്യ കുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് മണ്ഡലം, ഡൽഹി നോർത്ത് ഈസ്റ്റ്, BJPയുടെ മനോജ് തിവാരി, അവിടെ കനയ്യ കുമാർ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ചാന്ദിനി ചൗക്ക് ഒരു സീറ്റിൽ മാത്രമാണ് മത്സരം BJPക്ക് അനുകൂലമാണ് എന്ന് നമ്മളെ തോന്നിക്കുന്നത്. ബാക്കി 6 സീറ്റിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വ്യക്തമായ മുന്നേറ്റമാണ് ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് എന്തു വന്നാലും 2014 19 ഡൽഹിയിൽ റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ സാധിക്കുന്നില്ല ഉള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദില്ലിയിൽ നിന്ന് നമ്മൾ പോകുന്നത് തൊട്ടടുത്ത സംസ്ഥാനം ഹരിയാനയിലേക്കാണ്. തൊട്ടടുത്താണ്. 10 സീറ്റുകളാണ്. 10ഉം കഴിഞ്ഞ തവണ BJP സഖ്യം, അതായത് BJPയും JJPയും ചേർന്ന് തൂത്തുവാരിയതാണ്. പക്ഷേ ഇത്തവണ അവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ JJP നേരത്തെ ചാടി കേട്ടോ, ഉള്ള ജീവനം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. കാര്യം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ JJP ആദ്യം കളം വിട്ടു, ഇപ്പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതാണ് ചൗട്ടാല ഫാമിലിയുടെ ഒരു വലിയ ഗുണം. അതാണ്. അപ്പോൾ ആകെ സീറ്റ് 10, BJP 10. അത് എങ്ങനെ ഇത്തവണ പൊളിച്ചെഴുതും എന്നാണ്. 10 സീറ്റും BJP വലിയ അഗ്നിപരീക്ഷ നേരിടുകയാണ്. 10 പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിൽ നിൽക്കുകയാണ്. അത്ര പരസ്യമായ, അത്ര പ്രത്യക്ഷത്തിലുള്ള ദില്ലിയിലേക്കാളും ശക്തമാണ് ഹരിയാനയിലെ ജനവികാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് കണക്കിലെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ JJP ഒക്കെ ചാടിപ്പോയത്. അതിൽ കർഷകരുടെ വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഗുസ്തിയുടെ നാടാണ് ഹരിയാന. ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന BJP നേതാവ് MP-യുടെ ഭാഗത്ത് നിന്ന് ഈ സാക്ഷി മാലിക് അടക്കമുള്ള ഗുസ്തി താരങ്ങളോട് കാട്ടിയിട്ടുള്ള അങ്ങേയറ്റം ഹീനമായിട്ടുള്ള നടപടികൾ, സമീപനം, അതിനെതിരായ പോരാട്ടം, അതും ഹരിയാനയെ വേദനിപ്പിച്ചു. തീർച്ചയായിട്ടും കർഷക സമരം പോലെ തന്നെ ഈ പറയുന്നത് പോലെ ഗുസ്തിയോടുള്ള അദമ്യമായ സ്നേഹമുള്ളൊരു നാടിൻ്റെ രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ആണ് BJPക്ക് മറികടക്കാനാവുക എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് BJP പ്രശ്നവും ഇവിടെ. അതുകൊണ്ട് കാരണം വെച്ചാൽ ഈ പഞ്ചാബ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സൈനികർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ സൈന്യത്തെ കരാറുവൽക്കരിച്ചതിന്റെ ഒരു വലിയ രോഷം അവിടെയുണ്ട്. അപ്പോഴും 303 ഹരിയാനയും കുറയ്ക്കേണ്ടി വരും. ഞാൻ പറയുന്നു 10ഉം കുറയ്ക്കേണ്ടി വരുമെന്ന്. സംഗതി കുഴപ്പമാണ്. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ജൂൺ 4 കിട്ടുമല്ലോ. നിശ്ചയമായി. ഒരു കാര്യം ചെയ്യാം, ഷാജി ജോസഫ് തന്നെ നമ്മളോട് സംസാരിക്കും ഹരിയാനയെ കുറിച്ച്. ഹരിയാനയിൽ BJP 10ൽ 10ഉം നേടിയതാണ്. 2-3 സീറ്റുകൾക്കപ്പുറം ഹരിയാനയിൽ ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് JJP പോലുള്ള കർഷകരുടെ പാർട്ടി, ദേവിലാലിൻ്റെ കൊച്ചുമകൻ്റെ പാർട്ടി, ആ പാർട്ടി ഈ മുന്നണിയിൽ നിന്ന് വെളിയിൽ പോയതോടുകൂടി BJP ഹരിയാനയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹരിയാനയിൽ നിന്ന് വേഗത്തിൽ ഗതി മാറ്റി ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ, കർണാടകയാണ്. കാരണം BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും സീറ്റുകൾ നൽകുകയും ചെയ്യുന്ന സംസ്ഥാനമാണ്. പക്ഷേ ഇത്തവണ കർണാടക BJPയെയും വല്ലാതെ ഉറക്കം കെടുത്തുന്നതാണ്, യാതൊരു സംശയവും വേണ്ട.
എത്ര സീറ്റുകൾ കുറയും? BJP തന്നെ പരസ്യമായി ചർച്ചകളിൽ സമ്മതിച്ചിട്ടുണ്ട്, സീറ്റുകൾ നഷ്ടപ്പെടും, കുറയും. അത് എത്ര കുറയും എന്നിപ്പോൾ പക്ഷേ BJPക്ക് പരസ്യമായി പറയാനാവില്ല, കാരണം അത് ഗുണപരമല്ലല്ലോ. അതുകൊണ്ട് പക്ഷേ നോക്കാം, കണക്കിൽ നോക്കാം. 28-ൽ 25 സീറ്റും 2019 BJPക്കായിരുന്നു. 25. അതിനൊരു പ്രത്യേകതയുണ്ട്. 2019 നിയമസഭയിൽ വിജയിക്കുന്നു കോൺഗ്രസ് JDS സഖ്യം. അതിനുശേഷം വരുന്ന തൊട്ടുപിറകെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരെ തിരിയുന്നു. അത് മുമ്പ് പറഞ്ഞ മോദി ഘടകത്തിൽ നിന്ന്, മോദി തരംഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒന്ന്. അതവിടെ മാത്രമല്ല, രാജസ്ഥാനിൽ നമ്മൾ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു. ഈ കോൺഗ്രസ്സിന് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭകളിൽ അധികാരം പിടിക്കാൻ കഴിഞ്ഞു, സംസ്ഥാനം പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ ലോക്സഭയിൽ അതൊന്നും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിൽപ്പെട്ടതാണ് കർണാടക. കന്നഡയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, 1-2 മാധ്യമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവരൊക്കെ പറഞ്ഞൊരു കണക്കുണ്ട്. BJP ഒരു 11 സീറ്റുകളിലേക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ്. എവിടെ നിന്നാണ്? 25-ൽ നിന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒന്ന്, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഒരു ഭരണം കിട്ടിയ വരവ് അതെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, ഈ യെദ്യൂരപ്പയൊക്കെ ആയിട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, വിമത പ്രശ്നങ്ങൾ, പ്രജ്വൽ പ്രശ്നം. തീർച്ചയായും ഞാനത് വിട്ടുപോയിരുന്നു, അത് കൂട്ടിച്ചേർത്ത് നന്നായി. പ്രജ്വൽ വരാൻ പോകുന്നു, കീഴടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിലാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ പ്രജ്വൽ ഒരു ഘടകമാണ്. കോൺഗ്രസിന്റെ അധികാരം കഴിഞ്ഞ തവണ വന്ന കോൺഗ്രസ് JDS സഖ്യത്തിന്റെ ഭരണത്തിന്റെ ഒരു സ്വഭാവത്തിനപ്പുറം കുറെ കൂടി സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. തെരഞ്ഞെടുപ്പിനെ കുറെ കൂടി നേരിടാനുള്ള, BJP കുറെ കൂടി ശക്തമായി നേരിടാനുള്ള ഒരു നേതൃപാടവം. അത് മാത്രമല്ല, കോൺഗ്രസിന് ശക്തമായ സംഘടനാ സംവിധാനവും കുറെ കൂടി മണി പവറുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും ആശങ്കകൾ അവരുടെ മുൻപിലില്ല. മനു, ഒരു രസകരമായ കാര്യം, BJP 400 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ സംസ്ഥാനം ഇനം തിരിച്ചു നോക്കിയുണ്ടല്ലോ, ഏതാണ്ട് പരമാവധിക്കടുത്ത് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിൽ ഏറ്റവും രസകരമാണ്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് ആ കണക്ക് കണ്ടാൽ അറിയാം. 2019 രാജസ്ഥാനിൽ ആകെ സീറ്റ് എത്രയാണ്? 25. BJP എത്ര? 24. ഒരെണ്ണമാണ് ബാക്കിയുള്ളൂ. ഇനി സംഭാവന കൊടുക്കുന്ന പോലെ ഒരു സീറ്റാണ് കൊടുത്തത്. ഇനി എവിടുന്ന് കൂട്ടും. അപ്പോൾ കൂട്ടുകയല്ല രാജസ്ഥാനിൽ ഇത്തവണ സംഭവിക്കുക, കുറയ്ക്കുക എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാനിൽ കുറയും സീറ്റ്, പക്ഷെ ഒരു അതിഭയങ്കരമായ കുറവുണ്ടാകുമെന്ന് കരുതുന്നില്ല. പക്ഷേ അപ്പോൾ രാജസ്ഥാനിൽ കൂട്ടുന്നത് എങ്ങനെയാണ്? വളരെ കുറച്ചേ നഷ്ടപ്പെടൂ. രാജസ്ഥാനിൽ ആരാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി? BJPയുടെ എതിരാളി ആരാണ്? കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് അവിടെ ആ നിലയിലേക്ക്, ഇപ്പോൾ കോൺഗ്രസിന് അതാണ് 54 സീറ്റാണ് ലോക്സഭയിലുള്ളത്. ഈ 54-ൽ നിന്ന് ഒരു 3 അക്കത്തിലേക്ക് 100 കടക്കുക, 100 എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രതിപക്ഷ മുന്നണിയെ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിലെ പാർട്ടികൾക്ക് അവർക്ക് സമാഹരിക്കാൻ കഴിയുന്ന സീറ്റുകൾ പരമാവധി ആർജിക്കുക എന്നുള്ളതാണ്. ഈ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 250ഓളം സീറ്റുകളിൽ നേർക്കുനേർ BJPയുമായി ഫൈറ്റ് ചെയ്യുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ മുന്നണിയെ സംബന്ധിച്ച ഒരു വലിയ പോരായ്മ നിൽക്കുന്നത്. അവിടേക്ക് കോൺഗ്രസിന് എത്രമാത്രം കയറി വരാനാകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടേക്ക് കോൺഗ്രസ് കയറി വന്നാൽ BJP സ്വാഭാവികമായും ഇറങ്ങും. പക്ഷേ ഈ സംസ്ഥാനങ്ങൾ നോക്കി, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന മധ്യപ്രദേശിന്റെ അവസ്ഥ, അതാണ് പ്രശ്നം. രാജസ്ഥാനിൽ കോൺഗ്രസ് എന്ന പാർട്ടി വലിയ തോതിൽ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന്റെ ആകെ സീറ്റുകൾ തന്നെ വലിയ തോതിൽ കുറയും. കോൺഗ്രസിന് ഇന്നത്തെ 54-ൽ നിന്ന് ഒരു 80-100 സീറ്റിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ നന്നായി പ്രകടനം. രാജസ്ഥാന്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിർണായകമാണ്. രാജസ്ഥാനിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടത് പാർട്ടികൾ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന കുറേയധികം ആ മേഖലയിൽ വലിയ വിജയസാധ്യതയുണ്ട്. CPM സ്ഥാനാർത്ഥി വലിയ വിജയസാധ്യത. ഇപ്പോൾ അവിടെ മാറ്റം വരാൻ പോകുന്ന സീറ്റുകൾ, അതായത് BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടും എന്ന നിലയിൽ വിലയിരുത്തുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ CPM മത്സരിക്കുന്ന മണ്ഡലം വന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ചില മണ്ഡലങ്ങൾ വന്നിട്ടുണ്ട്. അത് ആ മേഖലയുടെ അതുപോലെ തന്നെ ജാട്ടിൻ്റെ പ്രശ്നം, അതുപോലെ ഈ പറഞ്ഞ ജാതി സമവാക്യങ്ങളിലുള്ള ഒരു വലിയ ആ ബെൽറ്റിലാകെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആ സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിക്കണം. അത് സംവിധാനം ശക്തമായിരിക്കും. അതില്ല എന്നതാണ് ഈ പ്രദേശങ്ങളിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ദൗർബല്യം. അതൊരു പ്രശ്നമാണ്. കാരണം അവിടെ ഇന്ത്യ മുന്നണി നയിക്കുന്നത് അവരാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ജാതി സമവാക്യങ്ങൾ ആ മേഖലയുടെ ആ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷാജി ജോസഫ് തന്നെ രാജസ്ഥാനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കാണാം. 2019 തെരഞ്ഞെടുപ്പിൽ 25-ൽ 25 സീറ്റും നേടിയ BJP അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒരേ സമയം ജാട്ടുകളെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജപുത്രരെയും അവർ ഉയർത്തിവിടുന്ന ഒരു വെല്ലുവിളിയെ നേരിടുക എന്നുള്ളതാണ്. രാജസ്ഥാനിൽ കുറച്ചുകൂടെ മുന്നോട്ടാണ് രജപുത്രരുടെ എതിർപ്പ്. രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രാജസ്ഥാനിലെ BJPയുടെ മുൻനിര നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിന്ധ്യയെ സൈഡ് ലൈൻ ചെയ്യാൻ നടത്തിയ നീക്കം രജപുത്രരുടെ എതിർപ്പിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണക്കൂട്ടിൽ ഒരു 8 മുതൽ 12 സീറ്റ് വരെ BJPക്ക് കൈവിടും
അത് കോൺഗ്രസ് നേടും. കോൺഗ്രസിൻ്റെ അവിടുത്തെ അലയൻസ് ഭാരതീയ ട്രൈബൽ പാർട്ടിയുമായി അലയൻസ് ഉണ്ട്. രാജസ്ഥാനിൽ CPM മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇന്ത്യ മുന്നണിയുടെ വലിയൊരു തിരിച്ചുവരവിന് ഇത് കാരണമാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കണക്കൂട്ടൽ. ഇനി നമ്മൾ രാജസ്ഥാനിൽ നിന്ന് മനു മധ്യപ്രദേശിലേക്കാണ്. രാജസ്ഥാൻ പോലെ തന്നെയാണ്, അതേ സ്വഭാവമാണ്. കോൺഗ്രസ് ആണ് അവിടെ BJPയുടെ മുഖ്യ എതിരാളി. അവിടെ ആകെ എത്ര മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ 2019 BJP നേടിയത് ഏതാണ്? രാജസ്ഥാൻ പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. 29-28 റൈറ്റ്. അപ്പോൾ അവിടെയൊക്കെ ഈ 2 മണ്ഡലങ്ങൾ, ഈ 2 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രകടനമാണ് ഏവരും അപ്പോൾ പിന്നെ ആ കമൽനാഥ് നയിക്കുന്ന ഒരു കോൺഗ്രസിന്റെ സ്ഥിതിയെക്കുറിച്ച് യാതൊരു കോൺഫിഡൻസും കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം മധ്യപ്രദേശിൽ നമ്മളത് കണ്ടതാണ്. കാരണം BJPയേക്കാൾ വലിയ BJP കളിക്കുന്ന നിലയിൽ പെരുമാറുന്ന കമൽനാഥ് ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിനെ ഏതവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു, വേറൊന്നും വേണ്ട, രാജസ്ഥാനും മധ്യപ്രദേശും എടുക്കുക. ഈ 2 സംസ്ഥാനങ്ങളിൽ ഒരു 15 സീറ്റ് വീതം കോൺഗ്രസ് ജയിച്ചാൽ എത്രയായി? 30 സീറ്റായില്ലേ? നിലവിലെ 54ഉം 30ഉം കൂടെ ചെന്നാൽ 84 ആയില്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞു 80 മുതൽ 100 സീറ്റ് വരെ കോൺഗ്രസിന് നേടാനാകുമോ എന്നൊരു ചോദ്യം. സംസ്ഥാനങ്ങൾ വളരെ വലിയ സംഭാവന ചെയ്യും. വലിയൊരു ഷെയർ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി വഹിക്കാൻ കഴിയുന്ന 2 സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശ്. പക്ഷേ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല, കാരണം രാഹുൽ ഗാന്ധി ഒന്നും വലിയ തോതിലൊന്നും രാജസ്ഥാനിലൊന്നും പോയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മധ്യപ്രദേശിന്റെ ഉദാഹരണത്തിന് നമ്മൾ ഈ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെക്കുറിച്ച് സംസ്ഥാനങ്ങൾ തിരിച്ചു സംസാരിക്കുമ്പോൾ ആരെങ്കിലും മധ്യപ്രദേശ് കാര്യമായി കൗണ്ട് ചെയ്യുന്നുണ്ട്? ആൻസർ ഇസ് വെരി ക്ലിയർ. അതാണ് പ്രശ്നം. അവിടെ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ ആവുന്നില്ല. സ്ട്രൈക്ക് റേറ്റ്, മനുവിൻ്റെ ഭാഷ പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് വീക്കാണെന്നുള്ളത് ഇത്തവണ മാറിയിട്ടുണ്ട്. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രഹരശേഷി കൂടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം കോൺഗ്രസ് ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ഒറ്റ പോക്കാം, ജമ്പാണ്. എങ്ങോട്ടാ? തെലങ്കാനയിലേക്കാണ്. രേവന്ത് റെഡ്ഡി കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പം പക്ഷേ കണക്ഷൻ കറക്റ്റ് ആയിട്ടോ. കോൺഗ്രസ് ഉള്ള രാജസ്ഥാൻ, കോൺഗ്രസ് ഉള്ള മധ്യപ്രദേശ്, കോൺഗ്രസ് ഉള്ള തെലങ്കാന. പക്ഷേ തെലങ്കാന കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ബെറ്റർ ആണ്. ആകെ സീറ്റ് 17ആണ്, BJPക്ക് 4 ആണ്. അതിനപ്പുറത്തേക്ക് അവർ ഇത്തവണയും കൂട്ടുമെന്ന് അവരും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 19 പോലെ ഒരു തരംഗമില്ലാത്തതുകൊണ്ട് രേവന്ത് റെഡ്ഡി വഴി അല്ലെങ്കിൽ കോൺഗ്രസിൽ എത്തിയ ആ വോട്ടുകൾ തിരിച്ചു BJPയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കാര്യമായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് BJP കണക്ക് കൂട്ടുന്നു തങ്ങൾക്ക് ഇത്തവണ സീറ്റ് അധികമാക്കാൻ കഴിയുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ തെലങ്കാന അവർ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വലിയ ജമ്പ് ഉണ്ടാവാനും പോകുന്നില്ല. 4 സീറ്റ് എന്നുള്ളത് വേണമെങ്കിൽ ആ 4 സീറ്റും നിലനിർത്താം, അതല്ലെങ്കിൽ താഴെ പോകാം. അത് വല്ലാത്തൊരു പ്രഡിക്ഷൻ ആയിപ്പോയി. കാരണം അത് നിലനിർത്താം, താഴോട്ട് പോകാം, അല്ലെങ്കിൽ ഉയരാം. വളരെ വളരെ നോമിനൽ ആയിട്ടാണ്, അതല്ലാതെ 4-ൽ നിന്ന് ഒരു 15-ലേക്കോ 12-ലേക്കോ ഒന്നും BJPക്ക് ഉയരാൻ കഴിയില്ല. ആ നിലയിൽ കാരണം അതൊരു പുതുമോടി മാറാത്ത രേവന്ത് റെഡ്ഡിയുടെ ഭരണം കോൺഗ്രസിന്റെ സർക്കാരുണ്ട്. ആ ഒരു സ്വാധീനം സ്വാഭാവികമായി ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അപ്പോൾ തെലങ്കാന ആ നിലയിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ആശങ്ക ഘടകമേ ഇല്ല. മുമ്പ് പറഞ്ഞ പോലെ ഒപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് തെലങ്കാന. ഹൈദരാബാദിൽ നിന്ന് ഒറ്റ പോക്ക ആന്ധ്രാപ്രദേശിലേക്ക്, വളരെ അടുത്താണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു സാഹചര്യം ആകെ പരിശോധിക്കാം. അവിടുത്തെ 2019-ലെ കക്ഷിനില ഒന്ന് നോക്കി. BJPക്ക് എത്രമാത്രം, BJP എന്നുള്ളതല്ല, BJPക്ക് അപ്പുറമുള്ള പാർട്ടികളാണ്, പക്ഷേ BJPക്ക് ഒരു മുന്നണി അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്താ നോക്കാം. ആകെ സീറ്റ് 25 ആയിരുന്നു, BJPക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അക്കൗണ്ട് 0 ആയിരുന്നു. അതെ, പക്ഷേ ഇത്തവണ BJPക്ക് പറഞ്ഞ പോലെ ഒരു മുന്നണി സംവിധാനത്തിൽ സീറ്റ് പ്രതീക്ഷയുണ്ട്. ചന്ദ്രബാബു നായിഡു പവൻ കല്യാണിനെയും കൂടി കൂട്ടിയുള്ള TDP ആ മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ ഭാഗമാണ് അവിടെ BJP. അത് പക്ഷേ അപ്പോഴും അവിടെ ജഗൻമോഹൻ തന്നെയാണ്, YSR കോൺഗ്രസ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഇത്തവണ ഈ 25 ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും നമുക്ക് കരുതാൻ പറ്റില്ല. ഇല്ല, അത് പ്രതീക്ഷിക്കേണ്ട, യാതൊരു തരത്തിലുമില്ല. പക്ഷേ ഷർമിള, അതായത് YSRന്റെ സഹോദരിയെ വെച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഫൈറ്റും വളരെ ശ്രദ്ധയാണ്. കടപ്പയിലേക്ക് ഒരു മത്സരം വളരെ എത്രമാത്രം വരും എന്നറിയില്ല. കഴിയില്ല. തെലങ്കാനയുടെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതും അറിയില്ല. പക്ഷേ BJPയുടെ സഖ്യത്തിന് 1-2 നമ്പർ കുറിക്കാൻ പറ്റാം ചിലപ്പോൾ. അതിന്റെ കൂടെ ചിലപ്പോൾ BJP ജയിച്ചു വന്നാലായി. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ YSRCP ജയിച്ചു പോയാലും BJPയെ സംബന്ധിച്ച് ഗുണം തന്നെയാണ്. കാരണം നിർണായക ഘട്ടങ്ങളിൽ നവീൻ പട്നായിക്കും അതുപോലെ തന്നെ ജഗൻമോഹനുമാണ് ഈ പറഞ്ഞ പല ഘട്ടങ്ങളിൽ രാജ്യസഭയിലടക്കം രക്ഷകരായി വരാറ്. വലിയ തോതിൽ മോദി സർക്കാരിനെ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് അവിടെ സീറ്റ് എന്നതിനേക്കാൾ അപ്പുറം YSR ഒരുപക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പുറത്തേക്ക് അധികാരം വന്നാലും ജഗൻമോഹന്റെ സ്വാഭാവികമായി സംസ്ഥാനത്തിന്റെ ഒരു പൊതു താല്പര്യം ആ സംസ്ഥാനം അവർ
ഭരിക്കുന്നു, കേന്ദ്ര സഹകരണം വേണ്ടതുണ്ട് എന്നൊരു സാഹചര്യം വന്നാലും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തും ആവട്ടെ, പക്ഷേ അവിടെ ബി ജെ പിക്ക് കാര്യമായ ഇപ്പോൾ ബി ജെ പി വേഴ്സസ് ഇന്ത്യ മുന്നണി എന്ന് നോക്കുന്നൊരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ച് വളരെ പ്രസക്തമല്ല ആന്ധ്രാപ്രദേശ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടത് ഒരു കാര്യമാണ്. തെലങ്കാനയിലും സാഹചര്യം അതാണ്, കർണാടകയിലും സാഹചര്യം ഇതാണ്, തമിഴ്നാട് കേരളം ഒന്നും ആ നിലയിൽ ബി ജെ പി സംബന്ധിച്ച് ദക്ഷിണേന്ത്യ മുൻപ് ലഭിച്ച സീറ്റുകൾ പോലും വലിയ തോതിൽ കുറയുന്നതിന് കഴിയില്ല എന്നുള്ള ഒരവസ്ഥയിൽ ബി ജെ പി നിൽക്കുകയാണ്. അതേസമയം മുമ്പ് സൂചിപ്പിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് ലഭിച്ച സീറ്റുകൾ വലിയ തോതിൽ കുറയുന്നതിന് ഇടവരുന്നു. വലിയ തോതിൽ കുറയുന്ന സംസ്ഥാനങ്ങളുണ്ട്, നാമമാത്രമായി കുറയുന്ന സംസ്ഥാനങ്ങളുണ്ട്. എങ്ങനെ നോക്കിയാലും 303 നിന്ന് 273 എന്ന് പറയുന്ന മാജിക് നമ്പറുമായി താരതമ്യം ചെയ്യുമ്പോൾ വല്ലാതെ സീറ്റ് താഴേക്ക് വരികയും ആ മാജിക് നമ്പറിന് അടുത്തോ അതിന് താഴേക്കോ വരുന്നൊരു അന്തരീക്ഷം രാഷ്ട്രീയ കാണുന്നുണ്ട് എന്നത് നിസ്സംശയം ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. അതിനെക്കുറിച്ച് ശ്രീലാൽ നമ്മളോട് സംസാരിക്കും. പൊതുവിൽ കണ്ടതിനെ ഇപ്പോൾ ഷാജി ജോസഫ് വളരെ ഓരോ സംസ്ഥാനത്തെയും പൊതുസ്ഥിതിയെക്കുറിച്ചാണ് നമ്മളുമായി സംസാരിച്ചത്. ശ്രീലാലിൻ്റെ ഒരു പൊതു നിരീക്ഷണം കൂടി നമുക്ക് ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പൊന്ന് കാണാം. തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ബി ജെ പി വലിയ കോൺഫിഡൻസിലായിരുന്നു. ഈ കർഷക സമരം എല്ലാം ഉള്ളപ്പോഴാണ് കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ മറികടക്കാം എന്നുള്ളൊരു അവർക്കൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നെന്ന് വേണം കരുതാൻ. പക്ഷേ തിരഞ്ഞെടുപ്പ് തുടങ്ങി ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഈ വോട്ടർ ടേൺ ഔട്ടിൽ വലിയ തോതിലുള്ള കുറവ് വന്നപ്പോൾ ബി ജെ പിക്ക് കാര്യം മനസ്സിലാവുന്നു. അതായത് ഈ പറയുന്ന മോദി വേവി ഇല്ല, അതിൽ കയറി പോകാൻ സാധിക്കില്ല എന്നുള്ളത്. 400 പാർ എന്നുള്ള വലിയ പ്രചാരണം തന്നെ ഇന്ത്യ ഷൈനിങ് പോലെ വലിയ തിരിച്ചടിയിലേക്ക് ബി ജെ പി കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. 400 പാർ 400 കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ വേണ്ട ബി ജെ പിക്ക്, ഇവിടുത്തെ ഭരണഘടന വേണ്ട, ഇതെല്ലാം ഇതൊന്നും ബി ജെ പിക്ക് ആവശ്യമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങളെത്തും എന്നൊരു പ്രചാരണം അത് പാർട്ടിക്കുള്ളിൽ നിന്നുമല്ല, അത് പാർട്ടികൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതല്ല, അല്ലാതെ തന്നെ സാധാരണക്കാർക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി വന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി തുടക്കത്തിലുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനം കുറയുകൂടി ചെയ്തപ്പോൾ ബി ജെ പി വലിയ അങ്കലാപ്പിലാവുകയും ചെയ്തു. എന്തൊക്കെയായാലും ബി ജെ പിക്ക് അവരുടെ തട്ടകമായ ഗുജറാത്തിലടക്കം ഈ വിമത പ്രശ്നങ്ങൾ നേരിടുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അവിടെ നിന്നിങ്ങോട്ട് മറ്റും സംസ്ഥാനങ്ങൾക്ക് വരുമ്പോൾ രാജസ്ഥാൻ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഏതാണ്ട് മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് പിടിക്കാനായെങ്കിൽ ഇത്തവണ രാജസ്ഥാനിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ചെറിയ തോതിൽ തിരിച്ചടിയേറ്റ്, ഇത് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ് വരുമ്പോൾ ഈ പറയുന്ന ഹരിയാന, പഞ്ചാബ്, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ഈ കേരളം, അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, പ്രത്യേക കർണാടക, ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ചോർച്ചയുണ്ടാകും അവരുടെ എം പിയുടെ കണക്കിൽ നിന്നുള്ളത് വ്യക്തമാണ്. അത് ആ പ്രദേശത്തെ രാഷ്ട്രീയം, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മോദി വേവ് ഇല്ലാതെ പോയതോടെ സർക്കാരിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങൾ പറയാനാകാതെ പോയി ബി ജെ പിക്ക് എന്നുള്ളത്. അവിടെ പ്രതിപക്ഷ ഭരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ വിഷയങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ ഉയർന്നു വരികയും അതിൽ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു റിയലിസ്റ്റിക് ടോണിൽ ഈ കാര്യങ്ങൾ തിരിയുന്നു എന്നുള്ളതാണ്. അതാണ് ബി ജെ പിക്ക് ഇത്തവണ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സീറ്റുകൾ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ബാറ്റിൽ ഫോർ ഇന്ത്യയിൽ നമ്മൾ കണ്ടത് ഇന്ത്യ മുന്നണി വിവിധ സംസ്ഥാനങ്ങളിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പ്രവർത്തനം കൂടുതൽ സീറ്റുകളായി മാറും എന്നുള്ളതാണ്. ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന നിലയിലേക്ക് ആ മുന്നണി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകളിൽ അവർക്ക് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ, നമ്മളിപ്പോൾ കണ്ട ഈ സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതൽ സീറ്റ് ആർജിക്കാനാകുന്നു. 2019 നിന്ന് ഭിന്നമായി വളരെ ശക്തമായി മുന്നോട്ട് വരാൻ കഴിയും എന്ന അവസ്ഥയാണ്. അവിടെ കേവല ഭൂരിപക്ഷത്തിനും താഴെ ബി ജെ പിയുടെ ആകെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞേക്കാം എന്ന അവസ്ഥയുണ്ട് എന്ന ഒരു വലിയ ചിന്താഗതി നാട്ടിൽ ശക്തമാണ്. ഒരുപാട് ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട പല ഘടകങ്ങളാണ് നമ്മൾ ഓരോന്നായി അടുത്ത ലക്കത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇനിയുണ്ട് പഞ്ചാബ് പോലെ അല്ലെങ്കിൽ ബംഗാൾ പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങളുടെ ഒരു ട്രെൻഡ് എന്താണ് എന്ന് കൂടിയൊക്കെ നമുക്ക് അടുത്ത ലക്കങ്ങളിൽ നോക്കാം.